വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനെ തുടർന്ന് ആ എക്സാം ക്യാൻസൽ ചെയ്തായിരുന്നു PSC. ആ ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കാം. അതിൻ്റെ ആൻസർ കീയാണ് ഇന്നിവിടെ. ഓക്കെ, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഓപ്ഷൻ ബി മാരുതി സുസുക്കി. ഫാർസ് ഏത് രാജ്യത്തെ മാധ്യമമാണ്? ഓപ്ഷൻ ഡി ഇറാൻ. കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ VD സതീശൻ. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാവേ. പുതിയ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചോദ്യപേപ്പറിലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉള്ളതാണ്. PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് മന്ത്രിമാരും വകുപ്പുകളും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി VD സതീശനാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി നവാമി ഗംഗ. ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? നവാമി ഗംഗ. അരുൾനൂൽ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ ME നായിഡു. അത് തെറ്റിക്കരുതേ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ഡോക്ടർ ME നായിഡു ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ഡോക്ടർ ME നായിഡു ആണ് കേട്ടോ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ എ KP കേശവമേനോൻ. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഓപ്ഷൻ ഡി ലൂ. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തര മന്ത്രി ആര്? ഓപ്ഷൻ സി ശ്രീ രമേശ് ചെന്നിത്തല. മന്ത്രിമാരും വകുപ്പുകളും മറക്കരുതേ, പ്രത്യേകം പഠിച്ചോണം കേട്ടോ. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ഹൈദരാബാദ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏത്? ഓപ്ഷൻ സി പടിഞ്ഞാറൻ തീരസമതലം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കർണാടകത്തിലെ ആണവോർജ നിലയം ഏത്? ഓപ്ഷൻ ഡി കൈഗ. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ സി ഹിമാനികൾ.
2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി നഞ്ചിയമ്മ. അലൂമിനിയത്തിന്റെ അയിരേത്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. സ്വാതന്ത്ര്യത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ, മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയിലെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ രമേശ് ചെന്നിത്തല, ധനകാര്യം. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി വി ഡി സതീശനാണ്. ഓർത്തു വയ്ക്കുക, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി വി ഡി സതീശനാണ്, അതായത് നമ്മുടെ മുഖ്യമന്ത്രി. മന്ത്രിമാരും വകുപ്പുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തിയ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കരുതേ. ഓക്കെ, കണ്ടു പഠിക്കണം കേട്ടോ. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ഓപ്ഷൻ ഡി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ, അപ്പോൾ വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. ദരിദ്രരെ സഹായിക്കാനായി പിടിയരി, ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ മണിപ്പൂർ. 1953 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 3 ഒള്ളി. തെറ്റായ പ്രസ്താവന: കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. 1953 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചോണം കേട്ടോ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഈ 14 സംസ്ഥാനങ്ങളുടെ പേരുകൾ ഓർത്ത് വയ്ക്കാനായിട്ടുള്ള കോഡ് നമ്മുടെ ഷോർട്സിലുണ്ട്. നിങ്ങളത് പഠിക്കുക കേട്ടോ. ഈ 14 സംസ്ഥാനങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് അതിനുള്ള കോഡ് ഷോർട്സിലുണ്ട്. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കോഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കണം. കാരണം ചില പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരിക്കുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയത് എന്ന്? ഓപ്ഷൻ ബി 2019 ഓഗസ്റ്റ് 5-ന്. ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നതിൽ ഇതിൽ പെടാത്തത് ഏതൊക്കെ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം വകുപ്പ് 21-ന്റെ ഭാഗമാണ്. അപ്പോൾ വകുപ്പ് 21-ന്റെ വ്യാപ്തിയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം വകുപ്പ് 21-ന്റെ ഭാഗമാണെന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കാരണം ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചു. അപ്പം അതിൽ ഉൾപ്പെടുന്നവയാണ് ട്രോമ കെയറിനുള്ള അവകാശം, ആർത്തവ ആരോഗ്യവും അന്തസ്സും, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം. അപ്പോൾ ആ പോയിന്റ്സ് പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ.
ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിൽ പെടുന്നവയാണ് ട്രോമ കെയറിനുള്ള അവകാശം, ആർത്തവ ആരോഗ്യവും അന്തസ്സും, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം. ഓക്കെ, തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി ആരാണ് രചിച്ചിരിക്കുന്നത്? എല്ലാവർക്കും അറിയാമല്ലേ, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഗീതാഞ്ജലി. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി ഏതാ? സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി ടാഗോറിൻ്റെ കൃതിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ഒള്ളി 2 ആൻഡ് 4. ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ. ഇതാണ് ശരിയായ ജോഡികൾ. ശരിയായ ജോഡി സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ. ബൽവന്തറായി മേത്ത കമ്മിറ്റി പഞ്ചായത്തി രാജ് ആണ്. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ബൽവന്തറായി മേത്ത കമ്മിറ്റി വരുന്നത് പഞ്ചായത്തി രാജ് ആണ്. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. നമ്മൾ സ്റ്റഡി വിൻ PSCയിൽ, അതായത് ഈ ചാനലിൽ ഏകദേശം ഒരു 12-13 ചോദ്യപേപ്പർ പ്രീവിയസ് ഇയറിലെ ഡീറ്റെയിൽഡ് ആയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത് മുഴുവൻ. ഓക്കെ, ഇനിയുള്ള എക്സാമുകൾ ഉള്ളവർ, നിങ്ങൾ 10th ഫിലിംസ് ഉള്ളവർ ആ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിനകത്ത് നമ്മൾ ഓരോ ചോദ്യവും അതിൻ്റെ കറക്റ്റായ ഉത്തരങ്ങളും തെറ്റിപ്പോയ ഉത്തരങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. റിലേറ്റഡ് ഫാക്ട്സ് നല്ലതുപോലെ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. അതിനകത്ത് എല്ലാം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19-ാം വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? ഓപ്ഷൻ സി ഒള്ളി 1, 2, 4. അപ്പോൾ 19-ാം വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിലിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. സർവേ ഭവന്തു സുഖിന എന്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ഡി NHRC. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുദ്രാവാക്യമാണ് സർവേ ഭവന്തു സുഖിന. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേട്ടോ, NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണിത്. അതായത് NHRCയുടെ സർവേ ഭവന്തു സുഖിന. വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ സി ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഒള്ളി 1 and 3. ശരിയായ പ്രസ്താവനകൾ: ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ഗംഗ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. വന്ദേമാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഓപ്ഷൻ സി രാഗ് ദേശ്. വന്ദേമാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? രാഗ് ദേശ്. ഇത് നമ്മൾ പഠിച്ചപ്പോൾ ഞാനൊരു ക്ലൂ ഒക്കെ പറഞ്ഞു തന്നാണ് ഓർത്ത് വയ്ക്കാനായിട്ട്. അതായത് എന്താണ്, ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലാണ്. ഓർത്ത് വയ്ക്കാനുള്ള ക്ലൂ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് ചിന്തിക്കുമ്പോഴത്തേനും ആ ദേശം അവിടെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മിക്കവർക്കും അറിയാൻ തോന്നുന്നു ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണെന്ന്. അപ്പോൾ പിന്നെ വന്ദേമാതരം ഓർത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ വന്ദേമാതരത്തിൻ്റെ ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരമാണ്. അപ്പോൾ ആ ദേശീയത്തിൽ നിന്ന് ദേശം ഓർത്ത് വെച്ചാൽ മതിയെന്ന് നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്.
ക്ലാസ് കണ്ടവർ കറക്റ്റ് ആക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? രാഗദേശ്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ശ്രീ ഭരത് ലാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ശ്രീ ഭരത് ലാൽ. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഒൺലി 2. ശരിയായ പ്രസ്താവന: ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യം നിയമമുണ്ടാക്കിയ രാജ്യം? ഓപ്ഷൻ ഡി സ്വീഡൻ. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം? ഓപ്ഷൻ ഡി ഇടുക്കി. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി? ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ഡി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അതായത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണല്ലോ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ അതായിരിക്കുമല്ലോ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പാമ്പാടുംചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി നീണ്ടകര. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം? ഓപ്ഷൻ എ PT ഉഷ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. ചുവടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതൊക്കെയാണ്? കല്ലുമാല സമരവും വില്ലുവണ്ടി സമരവും. 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 4ഉം. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാര്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ. താഴെ തന്നിരിക്കുന്നവയിൽ VT പഴുതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻ സി രജനി രംഗം. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ഇതൊക്കെ നമ്മൾ പഠിച്ച ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ അതെ, നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചതുകൊണ്ടേ അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ദർശനമാല ശ്രീനാരായണ ഗുരു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ രചന തിരഞ്ഞെടുക്കുക. ജാതിക്കുമ്മി. ഓപ്ഷൻ ഡി ജാതിക്കുമ്മി. മലബാർ കലാപവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. A പട്ടികയിൽ നൽകിയിട്ടുള്ളവയെ B പട്ടികയുമായി യോജിപ്പിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ആമാശയം പെപ്സിൻ, വായ
സലേവറി അമലേസ്, പാൻക്രിയാസ്, ട്രിപ്സിൻ, കരള്, പിത്തരസം. അപ്പോൾ നോക്കിക്കേ, എ പട്ടികയിൽ നൽകിയിട്ടുള്ളവ ബി പട്ടികയുമായി യോജിപ്പിച്ച് ഉത്തരം കണ്ടെത്തുക. പെപ്സിൻ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? ആമാശയത്തിൽ. അതുപോലെ സലൈവറി അമലേസ് എവിടെയാണ്? വായയിൽ. ട്രിപ്സിൻ എവിടെയാണ്? പാൻക്രിയാസിൽ. പിത്തരസം കരളിൽ. ഓക്കെ. മനുഷ്യരിലെ രക്തപര്യനത്തെ സംബന്ധിക്കുന്ന താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം ശരി. മനുഷ്യരിലെ രക്തപര്യനത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ഊർധ്വമഹാസിര സിസ്റ്റമാറ്റിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. ജീവകങ്ങളുടെ അഭാവത്തിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി. ഓക്കെ, ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 1 ജീവകം ഡി, 2 ജീവകം എ. എങ്ങനെ വരും? കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക. ഇതെന്താണ്? ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത, ഇതിനൊക്കെ കാരണം ജീവകം എയുടെ കുറവാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ജീവകം ബിയും സിയും. ജീവകം ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത് കേട്ടോ. ജീവകം എ ഡി ഇ കെ ഇത് ലയിക്കുന്നത് കൊഴുപ്പിലാണ്. എ ഡി ഇ കെ വരുന്നത് കൊഴുപ്പിലാണ്. ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നവ. മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? നെഗ്ലേറിയ ഫൗലറി. ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ് വേമിനും കാൻഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത ഏത്? ഓപ്ഷൻ ബി രണ്ടും ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും മരുന്നുകുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്, ABH. താഴെ പറയുന്നവയിൽ ആദ്യ, പുണ്യ എന്നീ കാർഷിക വിള ഇനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിശകലനങ്ങൾ ഏവ? ഓപ്ഷൻ ബി 1, 2 എന്നിവ. അതായത് ഇവ രണ്ടും, ആദ്യ, പുണ്യ, ഇത് രണ്ടും നെല്ലിനങ്ങളാണ്. കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം പുണ്യൊക്കെ നെല്ലിനങ്ങളാണ് കേട്ടോ. കേരളത്തിലെ വനമേഖലകളിലെ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് ക്രമീകരിച്ചാൽ ശരിയായ ക്രമം ഏത്? ഓക്കെ, നോക്കിക്കേ. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. പെരിയാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. അപ്പോൾ നോക്കിക്കേ, എങ്ങനെ വരും? വടക്ക് നിന്നാകുമ്പോൾ ആദ്യം വരേണ്ടത് ഏതാ? കണ്ണൂരല്ലേ. അപ്പോൾ ആദ്യം വരേണ്ടത് 3 കഴിഞ്ഞിട്ടോ പിന്നെ മലപ്പുറം വരും. 3 കഴിഞ്ഞാൽ പിന്നെ 1 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരേണ്ടത് ഏതാണ്? ഇടുക്കി. 1 കഴിഞ്ഞ് പിന്നെ 2 വരും. പിന്നെ ലാസ്റ്റ് ഏതാണ്? തിരുവനന്തപുരമാണ് ലാസ്റ്റ് വരേണ്ടത്. തെക്ക് തിരുവനന്തപുരമാണല്ലോ. പിന്നെ ഏതാ? 4 വരും. തിരുവനന്തപുരം 4. അപ്പോൾ 3, 1, 2, 4 എന്നുള്ള രീതി വരണം. 3, 1, 2, 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. കേരളത്തിലെ വനമേഖലകളിലെ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് ക്രമീകരിച്ചാൽ വരുന്നത് എങ്ങനെയാണ്? ആറളം വന്യമൃഗ സങ്കേതം, കരിമ്പുഴ വന്യമൃഗ സങ്കേതം, പെരിയാർ വന്യമൃഗ സങ്കേതം, നെയ്യാർ വന്യമൃഗ സങ്കേതം. അപ്പോൾ തന്നിരിക്കുന്നതിൽ 3, 1, 2, 4 എന്നുള്ള ക്രമം വരും. മിനറൽ വാട്ടർ ബോട്ടിലുകളും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് PET അഥവാ PET, പോളിയെത്തിലീൻ ടെറിത്താലേറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചംക്രമണ ചിഹ്നം ഏത്? ഓപ്ഷൻ എ P.
ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ 6 മാസ് നമ്പർ 13 അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 13 6 പോയാൽ 7 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ന്യൂട്രോണുകളുടെ എണ്ണം 7. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സിങ്കിൻ്റെ അയിര്? ഓപ്ഷൻ ബി കലാമിൻ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഓപ്ഷൻ സി 18. ഖരാവസ്ഥയിലുള്ള സ്നേഹകം? ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത? ഓപ്ഷൻ സി ജഡത്വം. ഊർജത്തിൻ്റെ SI യൂണിറ്റ്? ഓപ്ഷൻ സി ജൂള്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിക്ടർ സ്കെയിലിൽ ഉപയോഗിച്ച് അളക്കാവുന്നത്? ഓപ്ഷൻ സി ഭൂകമ്പത്തിൻ്റെ തീവ്രത. പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ പരിവർത്തനമാണ്? ഓപ്ഷൻ സി പ്രകാശോർജം രാസോർജമായി മാറുന്നു. ഊഷ്മാവിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ഓപ്ഷൻ ബി 373 കെൽവിന്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഓക്കെ, ഇതാണ് ക്യാൻസലായ ചോദ്യപേപ്പർ കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, ഈസി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എക്സാം ക്യാൻസൽ ആയതുകൊണ്ട് പലർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ചോദ്യപേപ്പർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി, അല്ലേ? നിങ്ങൾക്ക് ചോദ്യപേപ്പർ കണ്ടിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്നേ? കാരണം എനിക്ക് തോന്നി ഇത് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ എക്സാം ക്യാൻസൽ ഇരുന്നിരുന്നെങ്കിൽ കുറച്ച് എല്ലാവർക്കും അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസ്, എന്നാലും സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നല്ല സിമ്പിളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മിസ്സായവർക്കൊരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ചോദ്യപേപ്പർ മിസ്സായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈസി ആയിട്ടുള്ളൊരു എക്സാം മിസ്സായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോറി, ഇപ്പോൾ എന്നാ ചെയ്യാനല്ലേ, അങ്ങനെ സംഭവിച്ചു പോയില്ലേ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് എക്സാം ഇനി ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് വരെ വിഷമിക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് തകർത്തടിച്ചിരുന്ന് പഠിച്ചോളൂ, നന്നായിട്ടിരുന്നൊക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം കൂടുതൽ കിട്ടിയില്ലേ. അപ്പോൾ ആ എക്സാം ഈസി ആവാനായിട്ട് ഇതുപോലെ ഈസി ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് നല്ല ഈസി ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ എക്സാമുകൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 ചോദ്യപേപ്പർ കണ്ടിട്ട് നല്ല ഈസി ആയിട്ട് തോന്നിയത്. ഇതിൻ്റെ മാത്സ് ഞാൻ നോക്കിയില്ല കേട്ടോ. മാത്സ് ഞാൻ 20 ചോദ്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ സോൾവ് ചെയ്തിട്ട് ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്നലത്തെ ഫസ്റ്റ് സ്റ്റേജ് 1ൻ്റെ ആൻസർ കീ ഇതുപോലെ വായിച്ചിട്ടിട്ടില്ല, കാരണം പ്രൊവിഷണൽ ആൻസർ കീ വരാത്തതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാത്സ് സോൾവ് ചെയ്തിട്ട് ഇന്നലെ സ്റ്റേജ് 1ൻ്റെ മാത്സ് ഫുള്ള്, അതായത് 20 ചോദ്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഉള്ള സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ട് പഠിക്കണം. ഇതിൻ്റെ ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം കേട്ടോ. സോൾവ് ചെയ്ത് ഇന്നോ നാളെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മാത്സും സോൾവ് ചെയ്ത വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കുക. കാരണം ഇനി വരുന്ന എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉറപ്പായിട്ടും തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാണ്, മന്ത്രിമാരും വകുപ്പുകളും മറക്കരുത്. ഇപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു മന്ത്രിമാരെയും വകുപ്പുകളും ചോദിച്ചിരിക്കുന്നത്. അത് മന്ത്രിമാരും വകുപ്പുകളും PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ എടുത്തിരിക്കുന്നത്. കാരണം മാക്സിമം എല്ലാ വകുപ്പുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ്, ഒരെണ്ണം പോലും മിസ്സാക്കാതെ മാക്സിമം മാക്സിമം നല്ല ഫുൾ എല്ലാ വകുപ്പുകളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് ബൈകട്ടോ അയ്യോ മറന്നുപോയി ഇത്രയും വകുപ്പുകളൊക്കെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഒരു നോട്ട്സ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ നോട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എടുത്ത് എല്ലാം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തന്നെ അങ്ങ് ഓർമ്മ വന്നോളൂ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റഡി വിത്ത് PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. പിന്നെ നിങ്ങളോട് വേറെ കാര്യം പറയാനുള്ളത്, VFAക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പെട്ടെന്ന് അറിയിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റഡി വിത്ത് PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. കോഴ്സിൻ്റെ ഫീ വളരെ കുറവേ ഉള്ളൂ, തീരെ ചെറിയൊരു ഫീസാണ്, 600 രൂപയേ ഉള്ളൂ. അപ്പം ഓഗസ്റ്റ് 1 ക്ലാസ് തുടങ്ങിയിട്ട് എല്ലാ ഷിഫ്റ്റുകാരുടെ എക്സാം തീരുന്നത് വരെ, എന്നാണോ തീരുന്നത് അന്ന് വരെ ക്ലാസ്സുകളുണ്ടായിരിക്കും.
അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് എന്നെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക്